മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും. ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ്. സിനിമയിലൊന്നും സജീവമല്ല എന്നുണ്ടെങ്കിലും മക്കൾക്കൊപ്പവും ഭർത്താവിന്റെ കൂടെയും പൊതുപരിപാടികളിലും സിനിമാ മേഖലയിലെ പരിപാടികളിലും രാധിക പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് താരത്തിന് അധികവും ആരാധകർ കാണാറുള്ളതും. സംഗീത ലോകത്ത് മികച്ച കഴിവുകളുണ്ട് രാധികയ്ക്ക്. എന്നാൽ ഇതുവരെയായിട്ടും സിനിമയിലൊന്നും പാടിയിട്ടില്ല. ഭാവിയിൽ സിനിമയിലേക്ക് പാടാനുള്ള അവസരങ്ങളും ചിലപ്പോൾ രാധികയെ തേടിയെത്താവുന്നതാണ്. താനെ നാട്ടിൻപുറക്കാരി പെൺകുട്ടിയാണ് രാധിക. സുരേഷ് ഗോപിയും മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് അങ്ങനെ വല്ലാണ്ട് താല്പര്യമൊന്നുമില്ല പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ. എങ്കിലും അവൾ എന്റെയും മക്കളുടെയും കൂടെ വരുന്നു എന്ന് മാത്രമുള്ളൂ എന്ന്. മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സുരേഷ് ഗോപിയും രാധികയും. ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാറുമുണ്ട്. 5 മക്കളുടെ അമ്മ കൂടിയായിരുന്നു രാധിക. എന്നാൽ ഒരു മകൾ മരണപ്പെട്ടുപോയി. ആ വേദനയിൽ തന്നെയാണ് ഇന്നും സുരേഷ് ഗോപിയും ഭാര്യ രാധികയും. ഇടയ്ക്കൊക്കെ ഈ വിഷമത്തെക്കുറിച്ച് തുറന്നു പറയാറുമുണ്ട് ഈ താരദമ്പതികൾ. ഇന്ന് രാധികയുടെ മക്കളെല്ലാം വളർന്നു വലുതായി. അവർ അവരുടേതായ കരിയർ മാർഗങ്ങളിലാണ്. ഒരു മകൾ വിവാഹിതയാവുകയും ചെയ്തു. ഇപ്പോൾ രാധിക വീട്ടിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. ആദ്യമൊക്കെ ഭർത്താവ് സുരേഷ് ഗോപി സിനിമ തിരക്കുകളിലായിരുന്നു. എന്നാൽ ഇന്ന് രാഷ്ട്രീയ തിരക്കുകളിലാണ്. അദ്ദേഹത്തിന്റെ തിരക്കുകളെല്ലാം തന്നെ ആരാധകർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മക്കളും ഭർത്താവും തിരക്കിലായപ്പോൾ ഇനി അങ്ങോട്ട് രാധികയും കുറച്ച് തിരക്കിലായിരിക്കും. ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. രാധികയും സുരേഷ് ഗോപിയും തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. പ്രമുഖ സിനിമാ നടി ആനിയുടെ മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ പിന്നണി ഗായികയായി പ്രവർത്തിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഭാര്യയായ രാധികയാണ്. ഇതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഇതുവരെയായിട്ടും സിനിമയിലൊന്നും രാധിക പാടിയിട്ടില്ല. സംഗീത ലോകത്ത് രാധികയ്ക്ക് മികച്ച കഴിവുകളുണ്ട്. എന്നാൽ ഭർത്താവിന്റെയും മക്കളുടെയും ഒക്കെ തിരക്കിലായിരുന്നു രാധിക ഇത്ര കാലവും. അത് തന്നെയായിരുന്നു രാധികയ്ക്കും താല്പര്യം. ഏതൊരമ്മയും തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാവും ജീവിക്കുക. രാധികയും അങ്ങനെ ജീവിച്ചു. ഇപ്പോൾ തന്റേതായ കരിയറിലൂടെ സംഗീതം തിരിച്ചു പിടിക്കുകയാണ് രാധിക. ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. നിരവധി പേരാണ് രാധികയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. മലയാള സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് സുരേഷ് ഗോപി. വർഷങ്ങൾക്ക് മുൻപാണ് സുരേഷ് ഗോപി വിവാഹിതനായത്. അദ്ദേഹം വിവാഹിതനായപ്പോൾ സിനിമയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു നടി ആയിരിക്കും എന്നാണ് ആരാധകരെല്ലാവരും കരുതിയത്. എന്നാൽ ആരാധകരുടെ കരുതലിനെ തെറ്റിച്ചുകൊണ്ടായിരുന്നു ഒരു തനി നാട്ടിൻപുറക്കാരി പെൺകുട്ടിയെ സുരേഷ് ഗോപി വിവാഹം കഴിച്ചത്. എന്നാൽ അന്നത്തെ ആ വിവാഹബന്ധം ഇന്നും നിലനിൽക്കുന്നു, അതേ കെട്ടുറപ്പോടെ. ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. സുരേഷ് ഗോപി എന്ന നടനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.